ചലച്ചിത്ര നടനും സംവിധായകനുമായ രാജേന്ദ്രന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം ചേർന്നു. തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടത്തിയ അനുശോചന യോഗത്തിൽ വി.ആർ. മനോജ് അധ്യക്ഷത വഹിച്ചു. ഹരി തൃത്തല്ലൂർ, പ്രൊഫസർ വി. രവീന്ദ്രനാഥ്, പ്രൊഫസർ അരുണൻ, മാതൃഭൂമി മുൻ എഡിറ്റർ പി. സുരേന്ദ്രൻ, നടനും എം.എൽ.എയുമായ മുകേഷ്, ഭൂപേഷ് ബാബു, പ്രൊഫസർ ടി.ആർ. ഹാരി, സംവിധായകൻ കെ.ബി. മധു, സി.ഐ. സെബാസ്റ്റ്യൻ, ശ്രീമൂലനഗരം മോഹൻ, ഷിജിത് വടക്കുംചേരി, അഡ്വക്കേറ്റ് മുസ്തഫ, ഭാസ്കരൻ നായർ, ഖാദർ ചേലോട്, സജീവൻ തോട്ടപ്പറമ്പത്ത്, പ്രദീപ് കരിപ്പാടത്ത്, സദു ഏങ്ങൂർ, എം.ജി. രജീഷ്, സി.ബി. സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് സന്ധ്യ വിവാഹം കഴിച്ച് ഇടയ്ക്കും കുറച്ചൊക്കെ കൊല്ലത്ത് വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കാളിദാസ കലാകേന്ദ്രം വളരെ പ്രൗഢമായി നിലനിന്നിരുന്ന ഒരു നാടക ഗ്രൂപ്പാണ്. 1901 തുടങ്ങിയതാണ്. ഒരുപാട് നാടകങ്ങൾ, വലിയ പ്രഗത്ഭന്മാരുമായിട്ടുള്ള നാടകത്തിലുള്ള നാടകങ്ങൾ, സംവിധായകരുടെ നാടകങ്ങൾ, നടീനടന്മാർ ആ കാലഘട്ടത്തിൽ സിനിമയിലേക്ക് പോയ പല വലിയ പ്രതിഭകളും എല്ലാം കാളിദാസ കലാകേന്ദ്രത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ സിനിമയിലുമായി അച്ഛൻ ഇത്രയും വലിയൊരു സംഘടന അല്ലെങ്കിൽ ഒരു നാടകത്തോക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പല ആൾക്കാരും അച്ഛനെ സമീപിച്ചു. ഇതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി പോലെ കാളിദാസ കലാകേന്ദ്രം ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്താ എന്ന് ഏത് നാടകവേദിയായാലും നിങ്ങൾ അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഡ്രാമയിലും NSP ഒക്കെ ആയാലും അതിൻ്റെ അനുഭവങ്ങളൊക്കെ നമുക്ക് രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും രാജേന്ദ്രനെ പോലെ ഒരാൾ, അത് വലിയ അഭിമാനമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും അഭിമാനം നിറഞ്ഞൊരു കാര്യം അദ്ദേഹം NSPയിലേക്ക് പോകുന്നതാണ്. അദ്ദേഹം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കാൻ പോകുന്ന കാലം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നടനെ നമ്മൾ ഇന്ത്യക്ക് കൊടുക്കുകയാണ്. ഒരു നടനെ നമ്മൾ മലയാളത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്കും നമ്മുടെ നാടിനും നമ്മൾ കൊടുക്കുകയാണ്.